നമസ്കാരം. യുവർ ചൈൽഡ്ഹുഡ് ഈസ് സ്റ്റിൽ റണ്ണിങ് യുവർ ലൈഫ്. നിങ്ങളുടെ ബാല്യകാലം ഇപ്പോഴും നിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന സത്യം എത്ര പേർക്കറിയാം? നമ്മുടെ ജീവിതത്തിലെ ചെറുപ്പത്തിൽ നമുക്കുണ്ടായ പല അനുഭവങ്ങളും ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് ചെറുപ്പത്തിൽ ഒത്തിരി ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ അതിപ്പോഴും മറ്റുള്ളവർ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യും. നമ്മളെ എവിടെയെങ്കിലും റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്യാറുണ്ട്. നമുക്കെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെറുപ്പത്തിൽ ബാല്യത്തിൽ പേടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോൾ, പല പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പേടിയാണ്. സൈക്കോളജിയിൽ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് എന്ന് പറയുന്നതിന് നമ്മുടെ ബാല്യകാലത്തുള്ള പല പ്രശ്നങ്ങളും ജീവിതത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും അന്ന് സംഭവിച്ച നമ്മുടെ ചുറ്റുപാടുകളും ആ കാലത്തുണ്ടായ അനുഭവങ്ങളും ഇപ്പോഴും നമ്മളെ സ്വാധീനിച്ചേക്കാം. നമ്മളിത് തിരിച്ചറിയാതെ നമ്മുടെ വേറെ എന്തോ പ്രശ്നമാണ് അല്ലെ കുഴപ്പമാണെന്ന് പറഞ്ഞ് നമ്മൾ തെറ്റിദ്ധരിക്കും. എന്നാൽ ഇത് നമ്മുടെ ബാല്യകാലത്തുള്ള ഒരു ഇഷ്യൂ ആണ്, അല്ലെ അതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെയോ കൗൺസിലറെയോ ഒക്കെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു വലിയ ഇഷ്യൂ അല്ല, എന്നാൽ നമ്മളത് മനസ്സിലാക്കാതെ പോയാൽ ഒരു വലിയ ഇഷ്യൂമാണ്. നമുക്കിതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അവയർനെസ് കൊണ്ട്. നമ്മുടെ പ്രോബ്ലം എന്താണ്, ഇത് എന്താണ് എന്ന് മനസ്സിലാക്കി ഇത് ഇന്ന പ്രോബ്ലം കൊണ്ടാകാം, അല്ലെ എൻ്റെ ചെറുപ്പത്തിലുള്ള ഏതെങ്കിലും ഒരു ഇഷ്യൂമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മൈൻഡിനോട് പറഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്താൽ മതി, അതങ്ങ് മാറും. നമുക്ക് തിരുത്താൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കാതെ പോകുമ്പോൾ നമുക്ക് അത് വലിയ അപകടങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങളുടെ ബാല്യകാല നിങ്ങളെ സ്വാധീനിക്കുന്നതിന് കുഴപ്പമില്ല. ബാല്യകാലത്തെ നല്ല അനുഭവങ്ങൾ, നല്ല കാര്യങ്ങൾ. പക്ഷെ മോശമായ അനുഭവങ്ങളും മറ്റും ഇന്നും നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റുവാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ബാല്യകാലം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളുടെ നല്ല കാലങ്ങൾ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒത്തിരി പരിചയക്കാരാണ്, ആരുമില്ലെങ്കിൽ ഞാനുണ്ട്, ഡോക്ടർ ഡഗ്ലസ്. എൻ്റെ ഫോൺ നമ്പറും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.